പണിമുടക്കിനെതിരെ കാന്തപുരം വിഭാഗം. ദേശീയ ഹർത്താലുകൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് AP അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. ഇന്ത്യയിലുടനീളം പ്രഖ്യാപിച്ച പണിമുടക്ക് കേരള അതിർത്തിക്ക് അപ്പുറത്ത് അനുരണനങ്ങൾ ഉണ്ടാക്കുന്നില്ല. ജനജീവിതം സ്തംഭിപ്പിച്ചുള്ള സമരം തൊഴിലാളി യൂണിയനുകളിലും പാർട്ടികളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. വിവരങ്ങളുമായി സലാം മുഹമ്മദ് ഉണ്ട്. സലാം, എന്തൊക്കെ കാര്യങ്ങളാണ് പണിമുടക്കിനെ കുറിച്ച് കാന്തപുരം വിഭാഗം പറയുന്നത്? ഹരിഗോവിന്ദ്, ഇന്ന് ഈ ദേശീയ പണിമുടക്കായിരുന്നു. അതിനെതിരെയാണ് ഇന്നത്തെ ദിവസം തന്നെ ഈ AP വിഭാഗമായിട്ടുള്ള അബ്ദുൽ ഹക്കീം അസ്ഹരി സമൂഹ മാധ്യമങ്ങളിലൂടെ പണിമുടക്കിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ഹർത്താലുകൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. ഇന്ത്യയിലുടനീളം പ്രഖ്യാപിച്ച ഹർത്താൽ കേരളത്തിൽ മാത്രം എങ്ങനെ ഒരു ഹർത്താൽ പണിമുടക്ക് കേരളത്തിൽ മാത്രം എങ്ങനെയാണ് ഒരു ഹർത്താൽ രൂപത്തിലാകുന്നത്? മറ്റു കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ ഒരു അനുരണനവും ഈ പണിമുടക്ക് ഉണ്ടാക്കുന്നില്ല എങ്കിൽ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ രീതിയിലാകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. കൂടാതെ കേരള ജനതയെ ആരാണ് പറ്റിച്ച് വശംവദരാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർത്തുന്നു. സ്വാഭാവികമായും ഈ പണിമുടക്ക് കേരളത്തിൽ സ്വാഭാവികമായും ട്രേഡ് യൂണിയനുകൾ അടക്കമുള്ള അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പണിമുടക്കുകൾ വിജയിക്കുന്നത്. ആരാണ് കേരളത്തെ ഈ രീതിയിൽ പറ്റിച്ച് വശംവദരാക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ട്രേഡ് യൂണിയനുകളുടെ ഒരു അപ്രമാദിത്വത്തെ കൂടി ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ആ രീതിയിൽ ജനജീവിതം സ്തംഭിച്ചുള്ള സമരം തൊഴിലാളി യൂണിയനുകളിലും പാർട്ടിയിലുമുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തും. ചർച്ചകളുടെയും സമവായങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ശ്രമിക്കേണ്ടതെന്നും ഹക്കീം അസ്ഹരി ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പണിമുടക്കിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് കാന്തപുരം AP വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും ഉന്നതനായ ഒരു നേതാവ് തന്നെയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകനും കൂടാതെ മർക്കൻ നോളജ് സിറ്റി ഡയറക്ടറുമായ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ് ഇപ്പോൾ പണിമുടക്കിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.